സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെന്നെവർ എന്ന് ഉപയോഗിച്ചിട്ടുള്ള വേർഡാണ്. വെന്നെവർ പറഞ്ഞാൽ എപ്പോഴെങ്കിലും എന്നുള്ള അർത്ഥം വരും. അപ്പോൾ ഇന്ന് നമുക്ക് വെന്നെവർ ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പറയാം. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വെന്നെവർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം. അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഞാൻ വായിക്കാനിരിക്കുമ്പോഴെല്ലാം എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? വെനെവർ ഐ സിറ്റ് ടു റീഡ് മൈ മദർ കോൾസ് മീ. ഞാൻ വായിക്കാനിരിക്കുമ്പോഴെല്ലാം എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നു. വെനെവർ ഐ സിറ്റ് ടു റീഡ് മൈ മദർ കോൾസ് മീ. ഞാൻ വായിക്കാനിരിക്കുമ്പോഴെല്ലാം എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നു. വെനെവർ ഐ സിറ്റ് ടു റീഡ് മൈ മദർ കോൾസ് മീ. ഞാൻ വായിക്കാനിരിക്കുമ്പോഴെല്ലാം എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നു. വെനെവർ ഐ സിറ്റ് ടു റീഡ് മൈ മദർ കോൾസ് മീ. ഞാൻ വായിക്കാനിരിക്കുമ്പോഴെല്ലാം എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നു. കറുത്ത പൂച്ചയെ കാണുമ്പോഴെല്ലാം ഞാനൊരാഗ്രഹം പ്രകടിപ്പിക്കുന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വെനെവർ I see a black cat, I make a wish. ഒരു കറുത്ത പൂച്ചയെ കാണുമ്പോഴൊക്കെ ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിക്കും. Whenever I see a black cat, I make a wish. ഒരു കറുത്ത പൂച്ചയെ കാണുമ്പോഴെല്ലാം ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിക്കും. കറുത്ത പൂച്ചയെ കാണുമ്പോഴൊക്കെ ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിക്കും എങ്ങനെ പറയാം? Whenever I see a black cat, ഐ മേക്ക് എ വിഷ്. ഒരു കറുത്ത പൂച്ചയെ കാണുമ്പോഴൊക്കെ ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിക്കും. വെനെവർ ഐ സീ എ ബ്ലാക്ക് കാറ്റ് ഐ മേക്ക് എ വിഷ്. ഒരു കറുത്ത പൂച്ചയെ കാണുമ്പോഴൊക്കെ ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിക്കും. വെനെവർ ഐ സീ എ ബ്ലാക്ക് കാറ്റ് ഐ മേക്ക് എ വിഷ്. ഒരു കറുത്ത പൂച്ചയെ കാണുമ്പോഴൊക്കെ ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ സഹായം ചോദിക്കാം എങ്ങനെ പറയാം? യു ക്യാൻ ആസ്ക് ഫോർ ഹെൽപ്പ് വെനെവർ യു നീഡ് ഇറ്റ്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ സഹായം ചോദിക്കാം. യു ക്യാൻ ആസ്ക് ഫോർ ഹെൽപ്പ് വെനെവർ യു നീഡ് ഇറ്റ്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ സഹായം ചോദിക്കാം. യു ക്യാൻ ആസ്ക് ഫോർ ഹെൽപ്പ് വെനെവർ യു നീഡ് ഇറ്റ്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ സഹായം ചോദിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം താമസിക്കാം എങ്ങനെ പറയാം? യു ക്യാൻ സ്റ്റേ ടിൽ വെനെവർ യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം താമസിക്കാം. യു ക്യാൻ സ്റ്റേ ടിൽ വെനെവർ യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം താമസിക്കാം. യു ക്യാൻ സ്റ്റേ ടിൽ വെനെവർ യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം താമസിക്കാം. യു ക്യാൻ സ്റ്റേ ടിൽ വെനെവർ യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം താമസിക്കാം. എപ്പോൾ അവിടെ എത്തും എന്നെങ്ങനെ പറയാം? വെനെവർ ഷാൾ വി ഗെറ്റ് ദർ. നമ്മൾ എപ്പോൾ അവിടെ എത്തും? വെനെവർ ഷാൾ വി ഗെറ്റ് ദർ. നമ്മൾ എപ്പോൾ അവിടെ എത്തും? വെനെവർ ഷാൾ വി ഗെറ്റ് ദർ. നമ്മൾ എപ്പോൾ അവിടെ എത്തും? വെനെവർ ഷാൾ വി ഗെറ്റ് ദർ. നമ്മൾ എപ്പോൾ അവിടെ എത്തും? അവൻ എപ്പോൾ അത് ചെയ്താലും പ്രശ്നമല്ല എന്നെങ്ങനെ പറയാം? വെനെവർ ഹി ഡസ് ഇറ്റ് ഇറ്റ് വോണ്ട് മാറ്റർ. അവൻ എപ്പോൾ അത് ചെയ്താലും പ്രശ്നമല്ല. വെനെവർ ഹി ഡസ് ഇറ്റ് ഇറ്റ് വോണ്ട് മാറ്റർ. അവൻ എപ്പോൾ അത് ചെയ്താലും പ്രശ്നമില്ല. വെനെവർ ഹി ഡസ് ഇറ്റ് ഇറ്റ് വോണ്ട് മാറ്റർ. അവൻ എപ്പോൾ അത് ചെയ്താലും അത് പ്രശ്നമല്ല. ആദ്യമാകുമ്പോഴൊക്കെ അവ തിരികെ നൽകാമെന്ന് അവൾ വാഗ്ദാനം ചെയ്തു എന്നെങ്ങനെ പറയാം? ഷീ പ്രോമിസ് ടു റിട്ടേൺ ദം സൂൺ വെനെവർ ദാറ്റ് മൈറ്റ് ബി. സാധ്യമാകുമ്പോഴൊക്കെ അവ തിരികെ നൽകാമെന്ന് അവൾ വാഗ്ദാനം ചെയ്തു.
ഷീ പ്രോമിസ് ടു റിട്ടേൺ ദം സൂൺ വെന്നെവർ ദാറ്റ് മൈറ്റ് ബി. സാധ്യമാകുമ്പോഴൊക്കെ അവ തിരികെ നൽകാമെന്ന് അവൾ വാഗ്ദാനം ചെയ്തു. ഷീ പ്രോമിസ് ടു റിട്ടേൺ ദം സൂൺ വെന്നെവർ ദാറ്റ് മൈറ്റ് ബി. സാധ്യമാകുമ്പോഴൊക്കെ അവ തിരികെ നൽകാമെന്ന് അവൾ വാഗ്ദാനം ചെയ്തു. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഞാൻ വരും എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഐ വിൽ കം വെന്നെവർ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ്. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഞാൻ വരും. ഐ വിൽ കം വെന്നെവർ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ്. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഞാൻ വരും. ഐ വിൽ കം വെന്നെവർ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ്. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഞാൻ വരും. സാധ്യമാകുമ്പോഴൊക്കെ ഞാൻ കടൽ തീരത്തിറങ്ങാറുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഗെറ്റ് ഡൗൺ ടു ദ കോസ്റ്റ് വെന്നെവർ പോസിബിൾ. സാധ്യമാകുമ്പോഴൊക്കെ ഞാൻ കടൽ തീരത്ത് ഇറങ്ങാറുണ്ട്. ഐ ഗെറ്റ് ഡൗൺ ടു ദ കോസ്റ്റ് വെന്നെവർ പോസിബിൾ. സാധ്യമാകുമ്പോഴൊക്കെ ഞാൻ കടൽ തീരത്ത് ഇറങ്ങാറുണ്ട്. ഐ ഗെറ്റ് ഡൗൺ ടു ദ കോസ്റ്റ് വെന്നെവർ പോസിബിൾ. സാധ്യമാകുമ്പോഴൊക്കെ ഞാൻ കടപ്പുറത്ത് ഇറങ്ങാറുണ്ട്. പ്പോഴൊക്കെ ഞാൻ കടൽ തീരത്ത് ഇറങ്ങാറുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഗെറ്റ് ഡൗൺ ടു ദ കോസ്റ്റ് വെന്നെവർ പോസിബിൾ. സാധ്യമാകുമ്പോഴൊക്കെ ഞാൻ കടൽപ്പുറത്ത് ഇറങ്ങാറുണ്ട്. ഐ ഗെറ്റ് ഡൗൺ ടു ദ കോസ്റ്റ് വെന്നെവർ പോസിബിൾ. സാധ്യമാകുമ്പോഴൊക്കെ ഞാൻ കടൽ തീരത്ത് ഇറങ്ങാറുണ്ട്. ഐ ഗെറ്റ് ഡൗൺ ടു ദ കോസ്റ്റ് വെന്നെവർ പോസിബിൾ. സാധ്യമാകുമ്പോഴൊക്കെ ഞാൻ കടൽ തീരത്ത് ഇറങ്ങാറുണ്ട്. ഇഷ്ടമുള്ളപ്പോഴൊക്കെ എൻ്റെ കോട്ടേജ് സ്വന്തമാക്കാം എന്നെങ്ങനെ പറയാം? യു ക്യാൻ ഹാവ് മൈ കോട്ടേജ് വെന്നെവർ യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ എൻ്റെ കോട്ടേജ് സ്വന്തമാക്കാം. യു ക്യാൻ ഹാവ് മൈ കോട്ടേജ് വെന്നെവർ യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ എൻ്റെ കോട്ടേജ് സ്വന്തമാക്കാം. യു ക്യാൻ ഹാവ് മൈ കോട്ടേജ് വെന്നെവർ യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ എൻ്റെ കോട്ടേജ് സ്വന്തമാക്കാം. പോകുമ്പോഴൊക്കെ ഫോൺ റിങ് ചെയ്യുന്നു എന്നെങ്ങനെ പറയാം? വെന്നെവർ ഐ ഗെറ്റ് ഇൻ ദ ഷവർ ദ ഫോൺ റിങ്. ഞാൻ കുളിക്കാൻ പോകുമ്പോഴൊക്കെ എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. വെന്നെവർ ഐ ഗെറ്റ് ഇൻ ദ ഷവർ ദ ഫോൺ റിങ്. കുളിക്കാൻ പോകുമ്പോഴൊക്കെ ഫോൺ റിങ് ചെയ്യുന്നു. വെന്നെവർ ഐ ഗെറ്റ് ഇൻ ദ ഷവർ ദ ഫോൺ റിങ്. കുളിക്കാൻ പോകുമ്പോഴൊക്കെ എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. സഹായം ആവശ്യമുള്ളപ്പോൾ എന്നോട് ചോദിച്ചാൽ മതി എന്നെങ്ങനെ പറയാം? വെന്നെവർ യു നീഡ് ഹെൽപ്പ് ജസ്റ്റ് ആസ്ക് മീ. സഹായം ആവശ്യമുള്ളപ്പോഴൊക്കെ എന്നോട് ചോദിച്ചാൽ മതി. വെന്നെവർ യു നീഡ് ഹെൽപ്പ് ജസ്റ്റ് ആസ്ക് മീ. സഹായം ആവശ്യമുള്ളപ്പോഴൊക്കെ എന്നോട് ചോദിച്ചാൽ മതി. വെന്നെവർ യു നീഡ് ഹെൽപ്പ് ജസ്റ്റ് ആസ്ക് മീ. സഹായം ആവശ്യമുള്ളപ്പോഴൊക്കെ എന്നോട് ചോദിച്ചാൽ മതി. അപ്പോഴൊക്കെ എൻ്റെ നായെ കൊണ്ടുവരുമെന്ന് എങ്ങനെ പറയാം? വെന്നെവർ ഐ ഗോ ടു ദ പാർക്ക് ഐ ബ്രിങ് മൈ ഡോഗ്. പാർക്കിൽ പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ നായയെ കൊണ്ടുവരും. വെന്നെവർ ഐ ഗോ ടു ദ പാർക്ക് ഐ ബ്രിങ് മൈ ഡോഗ്. പാർക്കിൽ പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ നായയെ കൊണ്ടുവരും. ഐ ഗോ ടു ദ പാർക്ക് ഐ ബ്രിങ് മൈ ഡോഗ്. പാർക്കിൽ പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ നായയെ കൊണ്ടുവരും. വെന്നെവർ ഐ ഗോ ടു ദ പാർക്ക് ഐ ബ്രിങ് മൈ ഡോഗ്. പാർക്കിൽ പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ നായയെ കൊണ്ടുവരും. അപ്പോഴൊക്കെ ഞാൻ റെയിൻകോട്ട് ഇടുന്നു എങ്ങനെ പറയാം? വെന്നെവർ ഇറ്റ് റെയിൻസ് ഐ പുട്ട് ഓൺ എ റെയിൻകോട്ട്. മഴ പെയ്യുമ്പോഴൊക്കെ ഞാൻ റെയിൻകോട്ട് ഇടും. വെന്നെവർ ഇറ്റ് റെയിൻസ് ഐ പുട്ട് ഓൺ എ റെയിൻകോട്ട്. മഴ പെയ്യുമ്പോൾ ഞാൻ റെയിൻകോട്ട് ഇടും. വെന്നെവർ ഇറ്റ് റെയിൻസ് ഐ പുട്ട് ഓൺ എ റെയിൻകോട്ട്. മഴ പെയ്യുമ്പോഴൊക്കെ ഞാൻ റെയിൻകോട്ട് ഇടും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഒരു കൂടെ കൊണ്ടുപോകുമായിരുന്നു എന്നെങ്ങനെ പറയാം? വെന്നെവർ ഹി ലീവ്സ് ദ ഹൗസ് ഹി ആൾവേസ് ടേക്ക് എൻ അംബ്രല്ല. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഒരു കൂടെ കൊണ്ടുപോകുമായിരുന്നു. വെന്നെവർ ഹി ലീവ്സ് ദ ഹൗസ് ഹി ആൾവേസ് ടേക്ക് എൻ അംബ്രല്ല. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഒരു കൂടെ കൊണ്ടുപോകുമായിരുന്നു. വെന്നെവർ ഹി ലീവ്സ് ദ ഹൗസ്
ഹി ആൾവേസ് ടേക്ക് എൻ അംബ്രല്ല. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഒരു കുട കൂടെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഇന്ന് വെന്നെവർ ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.